നമസ്കാരം. നമുക്കെന്തും ഇപ്പോഴും സംഭവിക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത്. കാരണം ഒരു യുദ്ധം നമ്മൾ ഇപ്പോൾ അതിജീവിച്ച് കഴിഞ്ഞതേ ഉള്ളൂ. വളരെ അനായാസേന ഇന്ത്യ അത് സാധിച്ചെടുത്തുവെങ്കിലും ഇനി ഒരു യുദ്ധം കൂടി വന്നു കഴിഞ്ഞാൽ ബോർഡറിൽ താമസിക്കുന്ന പലരുടെയും ജീവൻ പോലും വെല്ലുവിളിയിലേക്ക് നീങ്ങുമെന്ന് പറയും. പലരും അവിടെ പോയി കുടുങ്ങിക്കിടന്നത് പോലും നമുക്കറിയാം. യുദ്ധകാലമാകുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പുറത്തു നിന്ന് ഭീകരർ നമ്മളെ അങ്ങനെ ആക്രമിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം ചിന്തിച്ചു വേണം മുൻപോട്ട് പോകാൻ എന്നുള്ള കാര്യം ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഇതിന് കാരണം പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം അതിർത്തിയിൽ കനത്ത വ്യോമാക്രമണങ്ങൾ തന്നെ നടന്നു എന്ന് തന്നെയാണ്. നമ്മുടെ ദീർഘദൂര ഹ്രസ്വദൂര മിസൈലുകളും ആളില്ലാ ഡ്രോണുകളും ഉപയോഗിച്ചുള്ള ഈ ആക്രമണങ്ങൾ ഭാവിയിലെ യുദ്ധങ്ങളിലെ വ്യോമാതിർത്തിയിലെ ഇന്ത്യയുടെ മേൽക്കോയ്മയുടെ പ്രാധാന്യം എത്രത്തോളമാണെന്നാണ് അടിവരയിടുന്നതെന്ന് പറയാം. ഈ കഴിഞ്ഞത് നമ്മുടെ യുദ്ധം അത് തന്നെയാണ് മനസ്സിലാക്കി തരുന്നത്. ശത്രുക്കളെ ആകാശത്ത് വെച്ച് തന്നെ ലക്ഷ്യം വയ്ക്കുന്നതിനുള്ള ശേഷി വർദ്ധിപ്പിക്കേണ്ടതിന്റെ അനിവാര്യതയാണ് ഈ സംഭവങ്ങൾ എടുത്തു കാണിക്കുന്നത്. അവർ അവിടെ നിന്ന് തൊടുത്തുവിട്ട ഡ്രോണുകളെല്ലാം തന്നെ ഇവിടെ പതിക്കാതെ നമുക്ക് ഭൂരിഭാഗവും ആകാശത്ത് വെച്ച് തന്നെ ഇല്ലാതാക്കാൻ സാധിച്ചു. അതെങ്ങനെ? അത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഈ നിർണായക ഘട്ടത്തിൽ വ്യോമ അതിർത്തിയിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാനുള്ള ശക്തമായ ചുവടുവെപ്പുകളുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇന്ത്യൻ വ്യോമസേന. തദ്ദേശീയമായി തന്നെ വികസിപ്പിച്ചെടുത്ത അവരുടെ അത്യാധുനിക സാങ്കേതിക വിദ്യകളാണ് ഇതിന് ഏറ്റവും കൂടുതൽ ആദ്യം കരുത്തായി നിന്നതെന്ന് പറഞ്ഞേ മതിയാകും. ഇതിൽ പ്രധാനമാണ് HAL കോമ്പാക്ട് എയർ ടീമിംഗ് സിസ്റ്റം, അതായത് CATS. പുതിയ NCA Mark 1A അതായത് MK-1A യുദ്ധവിമാനങ്ങളുടെ വരവ് തന്നെയാണ് ഇതിൽ പ്രധാനമെന്ന് പറയണം. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് വികസിപ്പിച്ചെടുത്ത കോമ്പാക്ട് എയർ ടീമിംഗ് സിസ്റ്റം, അതായത് കാറ്റ്സ് എന്ന് വിളിപ്പേരുള്ളത് കൊണ്ട് തന്നെ ഫ്യൂച്ചറിസ്റ്റിക് ആളിൽ ഭിന്നന്മാർ തന്നെ ഡ്രോൺ സംവിധാനമാണ് എന്ന് പറയാം. വിക്മാൻ തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. നിരീക്ഷണം നടത്തുക, ശത്രുക്കളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കുക, നിർണായക ലക്ഷ്യങ്ങളെ അതിവേഗം ആക്രമിക്കുക തുടങ്ങി വിവിധ സങ്കീർണമായ ദൗത്യങ്ങൾ സ്വയം നിർവഹിക്കാൻ ഇതിന് കഴിയുമെന്നുകൂടി പറയാം. ലോകോത്തര ഡ്രോണുകളായ ബോയിങ് ഗോസ്റ്റ് ബാറ്റ് പോലുള്ള വിങ്മാൻ ഡ്രോണുകൾ സമാനമായ ശേഷികളോടെയാണ് HAL കാറ്റ്സ് വാരിയറിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ ഡ്രോണിന്റെ ഏറ്റവും നൂതനമായ സവിശേഷതകളിൽ ഒന്ന് ഒരു മദർഷിപ്പ് വിമാനം ഉപയോഗിച്ച് ഇതിനെ നിയന്ത്രിക്കാൻ കഴിയും എന്നതാണ്. അപകടകരമായ ദൗത്യങ്ങളിൽ മനുഷ്യജീവന് ഭീഷണിയാകാതെ ഡ്രോണുകളെ മുൻനിരയിൽ വിന്യസിക്കാനും ഇത് സഹായിക്കും. കൂടാതെ ദൗത്യങ്ങൾക്ക് ശേഷം കേടുപാടുകൾ കൂടാതെ താവളത്തിലേക്ക് തിരികെ വരാനും ഇതിന് ശേഷിയുണ്ട് എന്നും ഈ സവിശേഷത ഡ്രോണിനെ ഒന്നിലധികം തവണ യുദ്ധങ്ങളിൽ ഉപയോഗിക്കാൻ സഹായിക്കുമെന്നും പറയുന്നുണ്ട്. ഉയർന്ന അപകട സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ, അതുപോലെ തന്നെ അവിടെ വേണ്ട ആവശ്യമുള്ള കാര്യങ്ങളാണെങ്കിൽ നിർണായക ലക്ഷ്യങ്ങളിൽ പോലും കൃത്യമായി ഇടിച്ചു കയറി ലക്ഷ്യം പൂർത്തിയാക്കാൻ ഇവർക്ക് കഴിയുമെന്നതും ഇതിനോടകം തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ശത്രുക്കളുടെ റഡാറുകളെ കബളിപ്പിക്കാൻ സഹായിക്കുന്ന സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ, ആന്തരികമായി തന്നെ ആയുധങ്ങൾ വഹിക്കാനുള്ള കഴിവ്, നൂതന ഏവിയോണിക്സ് സംവിധാനങ്ങൾ എന്നിവ ഈ ഡ്രോണിലുണ്ട് എന്നത് അടിവരയിട്ട് പറയേണ്ട ഏറ്റവും വലിയ മികച്ച ഒരു കാര്യമായി തന്നെ കൂട്ടിച്ചേർക്കുന്നു. മനുഷ്യരില്ലാത്ത ഒരു ക്രൂ വിമാനമാണ് HAL കാറ്റ്സ് വാരിയർ. ഭൂമിയിലെ റൺവേകളിൽ നിന്നും വിമാനവാഹിനികൾക്കരികിൽ കപ്പലുകളിൽ നിന്നും സ്വയം പറന്നുയരാനും സുരക്ഷിതമായി തിരിച്ചിറങ്ങാനും ഇതിന്റെ സ്വയംഭരണ വിഭാഗം പ്രാപ്തമാക്കുമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മറ്റുള്ളവരെക്കാൾ ഇതിന് പ്രത്യേകത ഉണ്ടാക്കുന്നത് ഇത് തന്നെയാണ്. നിലവിൽ വ്യോമസേനയുടെ ഭാഗമായ തേജസ്, സുഖോയ് 30 MKI, ജാഗ്വാർ തുടങ്ങിയ ശക്തമായ കോമ്പാറ്റ് പ്ലാറ്റ്ഫോമുകളുമായി തന്നെ കാറ്റ്സ് വാരിയറിനെ ഉടൻ തന്നെ സംയോജിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് വ്യോമസേനയുടെ പോരാട്ട ശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കും. അതേസമയം ഇന്ത്യയുടെ വ്യോമശക്തിക്ക് കരുത്തേകുന്ന മറ്റൊരു സുപ്രധാന മുന്നേറ്റമാണ് ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് തേജസ് MK-1A വിമാനങ്ങളുടെ വിതരണം. പൊതുമേഖലാ സൈനിക വിമാന നിർമ്മാതാക്കളായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഈ വർഷം ഇന്ത്യൻ വ്യോമസേനയ്ക്ക് 12 LCA MK-1A യുദ്ധവിമാനങ്ങൾ കൈമാറുമെന്ന് അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു.